Hello students, welcome back. So we are going to start our new chapter. So we were completely discussing about the crop production and those things, is it? So in that chapter we have discussed a little bit about microorganism, is it? Who are they? Who are microorganism? ആരൊക്കെയാണ് മൈക്രോ ഓർഗാനിസം? എങ്ങനെയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസത്തെ കുറിച്ച് ഡിഫൈൻ ചെയ്യുക? എന്തൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സും കാര്യങ്ങളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഐ എം ജസ്റ്റ് വെൽക്കമിങ് യു to the great and an interesting and a small chapter, microorganism, friend and foe. So why microorganism is considered as a friend and a foe? Why? So there are few reasons and there are few important topics related to in this chapter. So we can just go deep into this chapter, is it? So my dear students, welcome. So now just take your pen and a notebook and write down the important points related to this chapter. അല്ലേ? അപ്പോൾ നോക്ക്, മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളെ ഒരു ഐഡിയ എന്തായിരിക്കും മൈക്രോ ഓർഗാനിസം? ബൈ ദ ടേം ഇറ്റ്സെൽഫ് യു കൻ അണ്ടർസ്റ്റാൻഡ് ദേ ആർ മൈക്രോ ആണ്. ദ ഓർഗാനിസം ആർ മൈക്രോ ലെവൽ, അല്ലേ? ചെറിയ ലെവൽ, അല്ലേ? ചെറുതായിട്ടുള്ള ഓർഗാനിസത്തെ നമ്മൾ എന്ത് പറയാ? മൈക്രോ ഓർഗാനിസം എന്ന് പറയാം. ചെറിയ ഓർഗാനിസത്തെ നമ്മൾ എന്ത് പറയാ? മൈക്രോ ഓർഗാനിസം എന്ന് പറയാം. ചെറിയ ഓർഗാനിസം മൈക്രോ ലെവലിൽ എന്ന് കൺസിഡർ ചെയ്യുന്ന പോലെ നമ്മൾ പറയാം. സോ വിച്ച് ക്യാൻ ബി സീൻ ഓർ വിച്ച് ക്യാൻ നോട്ട് ബി സീൻ ബൈ നേക്കഡ് ഐ. ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റുന്നത്. ഒരു മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്മോൾ ഓർഗാനിസം ആണ് എന്ത്? മൈക്രോ ഓർഗാനിസം, അല്ലേ മക്കളെ? സോ മൈക്രോ ഓർഗാനിസത്തിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവല്ലോ, അല്ലേ? സോ വാട്ട് ആർ ദ ഗ്രേറ്റ് ഫീച്ചേഴ്സ് ആൻഡ് ദോസ് തിങ്സ് റിലേറ്റഡ് ടു മൈക്രോ ഓർഗാനിസം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യു ആർ റെഡി വിത്ത് ദ ചാപ്റ്റർ മൈക്രോ ഓർഗാനിസം, ഫ്രണ്ട് ആൻഡ് ഫോ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ ചാപ്റ്റർ. ഓക്കെ, ലേണിംഗ് ഒബ്ജക്റ്റീവ്. വാട്ട് ആർ ദ മെയിൻ ലേണിംഗ് ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ചാപ്റ്റർ? നമ്മൾ എന്തിനാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്? എന്തൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് കിട്ടാൻ പോകുന്നത് കാര്യങ്ങളെ കുറിച്ചാണ് സർ ഇപ്പോൾ പറയാൻ പോകുന്നത്. സോ ടു ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു ലേൺ ഹൗ സം മൈക്രോ ഓർഗാനിസം ക്യാൻ ഹെൽപ്പ് us while few microorganisms harmful to us, അല്ലേ? അതായത് മൈക്രോ ഓർഗാനിസം നമുക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത്, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് മൈക്രോ ഓർഗാനിസം ഒരു ഇൻറ്റഗ്രൽ ആയിട്ട് നല്ലൊരു പാർട്ട് ആവാൻ മാറുന്നത്, എങ്ങനെയാണ് മൈക്രോ ഓർഗാനിസത്തിന് നമ്മുടെ ജീവിതത്തിൽ നശിപ്പിക്കാനും പറ്റുന്നത്, അത് ഹാംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യാനും കൂടി പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ മക്കളെ? സോ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ, അല്ലേ? ടു ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു ലേൺ വാട്ട് ആൻഡ് ഓൾ തിങ്സ്. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നിങ്ങൾക്ക്? Microorganism can help us while few microorganism can എന്താണ്? harmful. അപ്പോൾ ഹെൽപ്പിങ്ങും അതേപോലെ ഹാംഫുൾനെസ്സും തരും, ഹാംഫുള്ളുമാണ്. സോ മൈക്രോ ഓർഗാനിസം ആർ ഇത് ഹെൽപ്പിംഗ് ആസ് വെൽ ആസ് ഹാംഫുൾ. കുറെ മൈക്രോ ഓർഗാനിസം ഹെൽപ്ഫുൾ ആണ്, അതേപോലെ അവര് എന്താവും? ഹാംഫുൾ ചെയ്യുകയും ചെയ്യും, അല്ലെ? ഹാംഫുൾ എഫക്റ്റും നമുക്ക് തരും, അല്ലേ മക്കളെ? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യു ആർ റെഡി? ഓക്കെ, ഇനി നോക്കാം. സി ബേസിക് കോൺസെപ്റ്റ് ആൻഡ് ഐഡിയ. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്? നമ്മൾ ബേസിക് കോൺസെപ്റ്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ ബേസിക് കോൺസെപ്റ്റിൽ നമുക്ക് പറയണം മൈക്രോ ഓർഗാനിസത്തെ കുറിച്ച് നമ്മൾ അറിയണം. മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പോൾ എന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾ സിലബസ് പ്രകാരം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? സോ വാട്ട് ആർ തിങ്സ് ദാറ്റ് യു നീഡ് ടു ലേൺ അക്കോർഡിംഗ് ടു സിലബസ്? സോ ക്ലാസിഫിക്കേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം, that is you have bacteria, fungi, protozoa, algae and virus. Is that clear? So what are things that we want to learn? It's all about bacteria. Just tell bacteria, fungi, protozoa, algae and virus. Is that clear? Okay. Habit of microorganism. We need to learn about the habit of microorganism, then usefulness of microorganism, disease caused by microorganism in animals as well as in plants, then about food preservations, then nitrogen cycle. So these are the topics that we need to learn in this chapter. So you need to be thorough with these concepts, because these concepts are very useful for your higher studies as well. And also these are the basic concepts that you need to keep in your mind and also use an application, okay, for understanding the relevancy between science and the environment. Okay, so you need to keep them in your mind. Is that clear, dear students? Okay, is that okay? Okay. Now see the concepts we have. Uses and harmful of microorganisms we discussed. Now how microorganisms help in making curd, bread, medicine and wine. We need to discuss about that. Then what are viruses? Useful of microorganism in improving soil fertility.
disease caused by microorganism in living organism, methods of food preservation, what converts milk into curd, use of fermentation in daily life. These are the topics that we need to cover in this chapter. Okay, so after completing learning this chapter, you should be able to answer all these questions related to these topics. Is that clear? So I hope that will be easy task for you. Is it, dear students? Is it? Okay, so that's all about the concept and learning in this outcome. Similarly, who discovered vaccine and how it works? Who discovered vaccine and how it works? How do disease spread from one person to another? ഒരു പേഴ്സൺ അടുത്തൊരു പേഴ്സണിലേക്ക് എങ്ങനെയാണ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. വാട്ട് ആർ ആന്റിബയോട്ടിക്സ്, ആരൊക്കെയാണ് ആന്റിബയോട്ടിക്സ് എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഹൗ ക്യാൻ വി പ്രിസർവ് ഫുഡ് ഫോർ എ ലോങ് പീരീഡ്, എങ്ങനെയാണ് നമുക്ക് ഫുഡ് ലോങ് പീരീഡിലേക്ക് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നത്. ഹൗ നൈട്രജൻ മേക്ക് സോയിൽ ഫെർട്ടൈൽ, എങ്ങനെയാണ് നൈട്രജൻ സോയിൽ ഫെർട്ടൈൽ ആക്കി മാറ്റുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. ടു അനലൈസ് വെദർ മൈക്രോ ഓർഗാനിസം ആർ ഫ്രണ്ട് ആൻഡ് ഫോ, മൈക്രോ ഓർഗാനിസം ഫ്രണ്ട് ആൻഡ് ഫോ എന്ന് അനലൈസ് ചെയ്യാനും കൂടി നമുക്ക് പറ്റണം. സ്റ്റോറീസ് ബിഹൈൻഡ് ഡിസ്കവറീസ്, ഈ വാക്സിൻ, ഫെർമെന്റേഷൻ, പാസ്ചറൈസേഷൻ ആൻഡ് എക്സെട്ര. സോ ദീസ് തിങ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ യു ആർ റെഡി വിത്ത് ദ കോൺസെപ്റ്റ്സ് അല്ലേ മക്കളെ? യു ആർ റെഡി അല്ലേ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ചാപ്റ്റർ? സോ യു ആർ റെഡി? ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ടു സ്റ്റാർട്ട്. ഓക്കെ, എന്താണ് മക്കളെ മൈക്രോ ഓർഗാനിസം? ആദ്യം തന്നെ പറഞ്ഞ മൈക്രോ ഓർഗാനിസം. എന്താണ് മക്കളെ മൈക്രോ ഓർഗാനിസം? സാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു മൈക്രോ ഓർഗാനിസം എന്ന്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാൽ നമുക്ക് ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് ഡെഫിനിഷൻ നമുക്ക് പറയാം. ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ടെൽ എ ബെറ്റർ ഡെഫിനിഷൻ ഫോർ ദാറ്റ്. Organisms that are so small, organisms that are so small, ഭയങ്കര ടൈനി ആണ്. സ്മോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്മോൾ ആണ്, which cannot be seen with our eyes, നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റണമെന്നില്ല. That they can only be seen through a microscope are called microorganism or microbes. മൈക്രോ ഓർഗാനിസത്തിന് വേറൊരു പേര് എന്താണ് മക്കളെ? മൈക്രോബ്സ്. മൈക്രോബ്സ് എന്നല്ലേ അതിന്റെ വേറൊരു പേര്? ക്ലിയർ അല്ലേ മക്കളെ? സോ മൈക്രോ ഓർഗാനിസം ഓർ മൈക്രോബ്സ്, മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ മൈക്രോബ്സ്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? സോ ഓർഗാനിസം ദാറ്റ് ആർ സോ സ്മോൾ ദാറ്റ് ദേ ക്യാൻ ഓൺലി സീൻ ത്രൂ എ മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട്, കണ്ടോ ഇവിടെ യു കൻ സീ എ പിക്ചർ ഓഫ് മൈക്രോസ്കോപ്പ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് അല്ല, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. ഒരു മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ഓർഗാനിസത്തെയാണ് നമ്മൾ എന്ത് പറയുക? മൈക്രോ ഓർഗാനിസം എന്ന് പറയാം. കാരണം അത് അത്രയും സ്മോൾ ആണ്. അതുകൊണ്ട് നമുക്ക് ലെൻസിന്റെ ആവശ്യമുണ്ട്. എന്നാലും മാത്രം അത് നമുക്ക് ക്ലിയർ ആയിട്ട് ഈ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ വാട്ട് ആർ ദ മെയിൻ എലമെന്റ്? മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഓർഗാനിസം ദാറ്റ് ക്യാൻ ബി സീൻ ഓൺലി ത്രൂ, organism that can only seen through microscope are called microorganism. ക്ലിയർ അല്ലേ മക്കളെ? ഇതല്ലേ മൈക്രോ ഓർഗാനിസം. അതായത് നമുക്ക് കണ്ണുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണം, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. നമുക്കൊരു മൈക്രോസ്കോപ്പ് ഇല്ലാതെ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് ഇല്ലാതെ നമുക്ക് മൈക്രോബ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? സോ നമ്മൾ പല അഡ്വർടൈസ്മെന്റിലൊക്കെ കണ്ടിട്ടുണ്ട്. മൈക്രോ ഓർഗാനിസം ഒക്കെ നോക്കുമ്പോൾ ഒരു എന്താ പറയുക, വൈറ്റിഷ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയൊരു സാധനം ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തിലൂടെയാണ്? മൈക്രോസ്കോപ്പിലൂടെ അത് കാണുന്നത്. അല്ലാണ്ട് നമ്മളെ കണ്ണിലൂടെ അങ്ങനെ കാണാൻ പറ്റില്ല. നമുക്ക് സാധാരണ ഒരു ക്യാമറ ഉപയോഗിച്ച് അത് പിടിക്കാനോ ആവില്ല. അതിന് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് അതിൽ ക്യാമറ ഫിക്സ് ചെയ്തിട്ട് വേണം നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ. ക്ലിയർ അല്ലേ മക്കളെ? സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ മൈൻഡിൽ വെക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ്? ഓക്കെ. Okay, so I hope the concept related to microorganism is clear. ഒന്നുകൂടി പറഞ്ഞു തരാം. Organism that are so small that they can only be seen through a microscope are called microorganism. ഇത് ക്ലിയർ അല്ലേ? മൈക്രോ ഓർഗാനിസം സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അത് ഓക്കെ അല്ലേ? ഓക്കെ. Now see types of microorganism. എന്തൊക്കെ തരം മൈക്രോ ഓർഗാനിസം ആണ് നമുക്ക് പഠിക്കാനുള്ളത്? എന്തൊക്കെയാണ്? ആരൊക്കെയാണ്? നമ്പർ 1 we have, ആരാണ് മക്കളെ? ബാക്ടീരിയ. ആരാണ്? ബാക്ടീരിയ. ആദ്യത്തെ ആൾ ആരാണ്? ബാക്ടീരിയ. ഇതാണ് നമ്മുടെ ബാക്ടീരിയ കൂട്ടം.
സോ ബാക്ടീരിയനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ കുറിച്ച് പഠിക്കണം. സോ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ആണ്. സ്മോൾ ഇൻ സൈസ്, അത് പല ഷേപ്പിലും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ദാറ്റ് കോസസ് ഡിസീസസ് ആസ് വെൽ ആസ് അത് ഹെൽപ്ഫുൾ ആണ്. അതെന്താണ്, ഹെൽപ്പും ചെയ്യും, ഡിസീസും കോസ് ചെയ്യുന്നുണ്ട്. സോ അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ, സെറ്റല്ലേ? ബാക്ടീരിയയെ കുറിച്ച് ഒരു ഏകദേശം ഒരു പിടുത്തം കിട്ടിയില്ലേ ആരാണെന്ന്? ഓക്കെ. ഇനി രണ്ടാമതായിട്ട് നമുക്കൊരാളുണ്ട്. ആരാണ്? ആൽഗെ. ആൽഗെ എന്ന് പറയുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ്. അത് ഗ്രീൻ കളറിലുണ്ടാവും, പല കളറിലുണ്ടാവും ആൽഗെ. ഗ്രീന്, റെഡ്, ബ്രൗൺ എന്ന രീതിയിൽ പല കളറിലുണ്ടാവും. അതെന്തുവാണ്? അത് എഡിബിളും ആണ്, നമുക്ക് കഴിക്കാനും പറ്റും, നമുക്ക് യൂസ്ഫുള്ളും ആണ്, അതേപോലെ തന്നെ അത് പ്രശ്നക്കാരനുമാണ്. സോ ഇറ്റ് ഈസ് യൂസസ് ഉണ്ട്, അതേപോലെ തന്നെ ഹാംഫുൾനെസ്സും ഉണ്ട് അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പൊ രണ്ടാമതായിട്ടുള്ള ആരാണ് മക്കളെ? ആൽഗെയാണ്. ആൽഗയും ക്ലിയർ അല്ലേ? രണ്ടാമതായിട്ട് നമുക്ക് ആൽഗിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പഠിക്കണം. ക്ലിയർ? ഓക്കെ. മൂന്നാമതായിട്ട് നമുക്കൊരാളെ കുറിച്ച് പഠിക്കണം. അയാളുടെ പേരെന്താണ്? പ്രോട്ടോസോവ. പ്രോട്ടോസോവനെ കുറിച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എന്താ പറയാ, ഹാംഫുൾനെസ് ആണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഹാംഫുൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് പ്രോട്ടോസോവൻ. ഓക്കെ, പ്രോട്ടോസോവനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും ഉണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അടുത്തതായിട്ട് നമുക്ക് ആരാ പഠിക്കാനുള്ളത്? നമുക്ക് നാലാമതായിട്ട് നമുക്ക് ആരാണുള്ളത്? നമ്മുടെ വൈറസ് ആണുള്ളത്. ആരാണ് മക്കളെ? വൈറസ് അല്ലേ ഉള്ളത്? വൈറസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് എന്താണ്? നമുക്കത് ഉപയോഗപ്പെടുത്താം എന്ന് പറയും. യൂസ് ഉണ്ട്, വാക്സിൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വൈറസിന്റെ എക്സ്ട്രാക്ട് ഒക്കെ ചെയ്ത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഡിസീസസ് കോസ് ചെയ്യും, ഹൈലി ഹാംഫുൾ ആണ്. കോവിഡ് ഒക്കെ എന്ന രീതിയിൽ നമുക്ക് പറയാനൂടെ, ഹാംഫുൾ ആണ്, ഡിസീസ് ഒക്കെ കോസ് ചെയ്യുന്ന ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. അഞ്ചാമതായിട്ട് നമുക്ക് ആരാ ഉള്ളത് മക്കളെ? ഫംഗൈ. നമുക്ക് ഫംഗൈ ഉണ്ട്. ഫംഗസ് നമുക്കറിയാം, നമ്മുടെ മഷ്റൂംസ് ഇതൊക്കെ ഇതിനകത്ത് വരുന്ന ആൾക്കാരാണ്. സോ എന്താണ്? യൂസസും ഉണ്ട്, അതേപോലെ തന്നെ ഡിസീസസും ഉണ്ടാവും. റിംഗ് വേം അങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ മെയിനായിട്ട് ആരുണ്ടാക്കും? ഫംഗസ് ഉണ്ടാക്കും. ക്ലിയർ അല്ലേ മക്കളെ? സോ ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? സോ ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിൽ നമുക്ക് 5 തരം മൈക്രോ ഓർഗാനിസത്തെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒന്ന് ബാക്ടീരിയ, ആൽഗെ, പ്രോട്ടോസോവ, വൈറസ് ആൻഡ് ഫംഗസ്. ഓക്കെ, ഫംഗസ് ആണ്, ഫംഗസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങളും ക്ലിയർ അല്ലേ? സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിന്റെ കേസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ യു റെഡി? ഓക്കെ. സോ റൈറ്റ് ഡൗൺ യുവർ നോട്ട്സ്. ഓക്കെ, എല്ലാ നോട്ട്സ് ഒന്ന് ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെന്റ്സ് ആണ്. ഓക്കെ. നൗ സി ബാക്ടീരിയ. നമ്മൾ ആരെ കുറിച്ചാണ് പഠിക്കാനുള്ളത് മക്കളെ? ബാക്ടീരിയ. Bacteria is a type of എന്താണ്? Is a type of microorganism which can be seen only through microscope. Okay, it causes diseases. It is also useful. അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ ബാക്ടീരിയനെ കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ തരുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ. സോ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മൈക്രോ ഓർഗാനിസം തന്നെയാണ്. ബാക്ടീരിയം എന്താണ്? ഒരു മൈക്രോ ഓർഗാനിസം ആണ്. വളരെ ചെറുതായിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണ്. നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ മാത്രമാണ് അവരെ കാണാനും പറ്റുക അല്ലേ? മൈക്രോ ഓർഗാനിസം നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ മാത്രമാണ് നമുക്ക് കാണാനും പറ്റുക അല്ലേ? ആൻഡ് ഓൾസോ ഇറ്റ് കോസസ് ഡിസീസ്. ബാക്ടീരിയസ് ഡിസീസും കോസ് ചെയ്യും, അതേപോലെ തന്നെ അത് നല്ലതായ കുറേ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യും. അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അത് പല ഇൻഡസ്ട്രീസിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ സിമ്പിളായിട്ട് സാറ് പഠിപ്പിച്ചു തരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഫുൾ ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസ് ആയിട്ട് നിങ്ങൾ മൈൻഡിൽ വെക്കണം. ബാക്ടീരിയയെ കുറിച്ച് എന്താണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടിയില്ല മക്കളെ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ബാക്ടീരിയ ആർ ഫൗണ്ട് ഇൻ 3 ഡിഫറെൻറ്റ് ഷേപ്സ്. 3 ഡിഫറെൻറ്റ് ഷേപ്സ് ആയിട്ടാണ് ബാക്ടീരിയ നമ്മൾ കാണുന്നത്. മെയിനായിട്ട് 3 ഡിഫറെൻറ്റ് ഷേപ്പിലാണ്.
ഒന്ന് റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ. the bacteria which is in rod shape is called, എന്താണ് മക്കളെ നമ്മൾ വിളിക്കുക? റോഡ് ഷേപ്ഡ് ആണെങ്കിൽ ബാസിലി എന്ന് വിളിക്കും നമ്മളെ. എന്താണ്? റോഡ് ഷേപ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു റോഡ് പോലെ, ഇങ്ങനെ റോഡ് പോലെ ഒരു റോഡ് ഷേപ്പിലായിരിക്കും. ഇത് നമ്മൾ എന്ത് പറയും? ബാസിലി എന്ന് പറയും. എന്താണ് നമ്മൾ പറയാ? ബാസിലി അല്ലേ മക്കളെ? ബാസിലി നമ്മൾ പറയും അല്ലെ? റോഡ് ഷേപ്ഡ് എന്ന് പറയാ ബാസിലി എന്ന് നമ്മൾ പറയും. സോ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയക്ക് നമ്മൾ എന്ത് പറയും മക്കളെ? ബാസിലി എന്ന് നമുക്ക് പറയാം. പറഞ്ഞൂടെ? ക്ലിയർ അല്ലേ മക്കളെ? സോ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയക്ക് നമ്മൾ എന്ത് പറയും? ബാസിലി എന്ന് പറയും. ഇനി നോക്ക്, സ്ഫെറിക്കൽ ഷേപ്പ്, the bacteria which is in spherical shape are called കോസൈ. എന്താ നമ്മൾ വിളിക്കുക? കോസൈ എന്നാ വിളിക്കുക. നമ്മൾ എന്താ വിളിക്കുക? കോസൈ. അതായത് സ്ഫെറിക്കൽ ഷേപ്പ് ആയിട്ടുള്ള ബാക്ടീരിയ നമ്മൾ എന്ന് പറയും? കോസൈ എന്ന് നമ്മൾ വിളിക്കും. സ്ഫെറിക്കൽ ഷേപ്പുള്ള ബാക്ടീരിയ നമ്മൾ എന്ന് പറയും? കോസൈ എന്ന് വിളിക്കും. ഓക്കെ, സ്ഫിയർ പോലെ ഒരു കോമ അങ്ങനത്തെ ടൈപ്പ് ഷേപ്പില്. ഓക്കെ, ഇനി സ്പൈറൽ ഷേപ്പ് ആയിട്ടുള്ള ബാക്ടീരിയക്ക് എന്താ പറയാ? സ്പൈറില്ല. നോക്ക് സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയ, സ്പൈറൽ ആണ്. സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയക്ക് നമ്മൾ എന്ത് പറയും? എന്താ പറയാ നമ്മള്? സ്പൈറില്ല എന്നാണ് നമ്മൾ പറയുക. സ്പൈറില്ല എന്നാണ് നമ്മൾ പറയാ. ക്ലിയർ ആണോ മക്കളെ? സ്പൈറൽ ഷേപ്പിലായിരിക്കും, ഇങ്ങനെ സ്പൈറൽ ആയിട്ടുള്ള ഷേപ്പിലായിരിക്കും. നമ്മൾ എന്താ പറയാ? സ്പൈറില്ല എന്നാണ് നമ്മൾ പറയാ. ക്ലിയർ ആണോ? നമ്മൾ എന്താ അതിനെ വിളിക്കുക? സ്പൈറില്ല എന്ന്. അപ്പോൾ നമ്മൾ ബാക്ടീരിയയെ കുറിച്ചാണ് പഠിക്കുന്നത്. ബാക്ടീരിയയെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം വിച്ച് ക്യാൻ ബി സീൻ ഓൺലി ത്രൂ നേക്കഡ് ഐസ്. ഓക്കെ, അല്ലെങ്കിൽ വിച്ച് cannot be seen through naked eye, which can only seen through microscope. Okay, so it causes diseases as well as it's useful. So they are found in 3 different shapes. 3 ഡിഫറെന്റ് ഷേപ്സിലായിട്ടാണ് അവർ കാണപ്പെടുന്നത്. അത് ഏതൊക്കെ ഷേപ്പിലാണ് അവർ കാണപ്പെടുന്നത്? ഒന്ന്, ദ ബാക്ടീരിയ വിച്ച് ഈസ് ഇൻ റോഡ് ഷേപ്ഡ് ആർ കോൾഡ് ബാസിലീസ്. അതേപോലെ തന്നെ സ്ഫെറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയക്ക് നമ്മൾ കോസൈ എന്ന് പറയുന്നു. സ്പൈറൽ ഷേപ്ഡ് ബാക്ടീരിയക്ക് നമ്മൾ സ്പൈറില്ല എന്നും പറയുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, നൗ സി, നമുക്ക് നോക്കാം. സർക്കുലർ, റോഡ്, കേർവ്ഡ് ആൻഡ് അതർ ഷേപ്സ്. അത് മെയിനായിട്ട് നമുക്ക് പറയാം അത് 3 ഷേപ്പിലാണുള്ളത്. ഇനി അതിന്റെ പുറമേ ആയിട്ട് നമുക്ക് സർക്കുലാറിന്റെ ഷേപ്പ് നോക്ക്. സർക്കുലാർ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഒരു സർക്കുലർ ആയിട്ടുള്ള ഉണ്ടോ? ഒരു സർക്കുലർ ആയിട്ടുള്ള അങ്ങനെ ഈ ഒരു ഫോമിലായിട്ട് നമുക്ക് കാണപ്പെടും. ഓക്കെ, അത് നമുക്ക് എന്താ പറയാ? ഡൈപ്ലോ എന്ന് പറയും. ഡൈപ്ലോ എന്ന് നമുക്ക് പേരിടാം. ഇനി നോക്ക്, സ്ട്രെപ്റ്റോ എന്ന് പറയും. ഇൻ ചെയിൻസ്, ഒരു ചെയിന് പോലെ ആയിട്ട് ഇങ്ങനെ ചെയിൻസ് പോലെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റൂല മക്കളെ? ചെയിൻസ് പോലെ ആയിട്ടുണ്ടാവും. അത് നമ്മൾ എന്താ പറയും? സ്ട്രെപ്റ്റോ എന്ന് പറയും. സ്ട്രെപ്റ്റോ ഇൻ ചെയിൻസ് ആയിട്ട്. ഇനി നോക്ക്, സ്റ്റാഫിലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്ലസ്റ്റേഴ്സ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ കൂടി നിൽക്കുന്ന ഇങ്ങനെ ക്ലസ്റ്റേഴ്സ് പോലെ ആയിട്ടുണ്ടാവും. ഓക്കെ, അതിനാണ് നമ്മൾ എന്താ പറയാ മക്കളെ? ഇതാ സ്റ്റിഫ്ലോ എന്ന് പറയും. സ്റ്റിഫ്ലോ എന്ന് പറയാം നമുക്ക്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി നോക്ക്, റോഡ് ഷേപ്ഡിന്റെ കേസിൽ എങ്ങനെയാ ഉണ്ടാവുക മക്കളെ? റോഡ് ഷേപ്ഡിന്റെ കേസിൽ ഇതാ കൊക്കോ ബാസിലി അതൊരു ഓവൽ ടൈപ്പ് ഷേപ്പിലാണ്. റോഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഓവൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഷേപ്പില്. ഇനി സ്ട്രെപ്റ്റോ ബാസിലി എന്ന് പറയാൻ നോക്ക്, ഇങ്ങനെ റോഡ്, കംപ്ലീറ്റ് റോഡായിട്ടുള്ള സ്ട്രക്ചർ തന്നെയാണ്. മൈക്കോ ബാക്ടീരിയയും അതേപോലെയാണ്. മൈക്കോ ബാക്ടീരിയത്തിന്റെ കേസ് നോക്ക് നിങ്ങൾ. സോ മൈക്കോ ബാക്ടീരിയ ഉണ്ട്, കോസൈ ബാസിലി ഉണ്ട്, കൊക്കോ ബാസിലി ഉണ്ട്, പിന്നെ സ്ട്രെപ്റ്റോ ബാസിലി ഉണ്ട്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് കേർവ്ഡ് ഫോംസിലുണ്ട്. കേർവ്ഡ് ഫോം അഥവാ കോമ ഷേപ്ഡ് എന്ന് പറയും. കേർവ്ഡ് ഫോം നമ്മളെ കോമ ഷേപ്പ് പോലെ ഇങ്ങനെ ഉണ്ടാവില്ലേ? അതുപോലെ ഉണ്ടോ? ഇതൊക്കെ വിബ്രിയോ കേർവ്ഡ് ആണ്. ഇതുണ്ടോ? ഇങ്ങനെ ഒരു കോമ ഷേപ്പ് ഇല്ല, ഇങ്ങനെ ഒരു കോമ നമ്മളിങ്ങനെ കോമ ഇടില്ലേ? അതേപോലെ ഇങ്ങനെയായിട്ട് ഷേപ്പിലാണ്, കേർവ്ഡ് ഷേപ്പിലായിട്ടുണ്ടാവുക. പിന്നെ സ്പൈറില്ല, കോയിൽ ഷേപ്പ്. നമ്മൾ സ്പൈറില്ല കണ്ടാ ഇങ്ങനെ കോയിൽഡ് ആയിട്ടുള്ള ഷേപ്പിൽ. അപ്പോൾ ഇതൊക്കെ ഇനീഷ്യലി ഒരു കേർവ്ഡിൻ്റെ ഒരു ഫോം അല്ലേ?
അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ, കേർവ്ഡ് ആയിട്ട്. പിന്നെ സ്പൈറോസീറ്റ് അതിലെ രീതിയിൽ നമുക്ക് ഇങ്ങനെ ജോയിന്റ് ആയിട്ട് ഇങ്ങനെ പോകുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. സ്പൈറൽ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. അതിങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ സ്പൈറൽ ആയിട്ടാണ് അതിങ്ങനെ പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ സ്പൈറോ ഷീറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്കതിനെ കാണാൻ പറ്റും. അതേപോലെ അടുത്ത കുറച്ച് ഷേപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു 3 സ്റ്റേജിലാണ് അത് എക്സസ് ചെയ്യുന്നത്. അപ്പോൾ വേറെ കുറച്ച് ഷേപ്പും കൂടി ഉണ്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ആരാണ്? ഹെലിക്കോബാക്ടർ. ഹെലിക്കോബാക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഷേപ്പ്? ഹെലിക്കൽ ഷേപ്പ് ആയിരിക്കും. എങ്ങനെയാണ്? ഹെലിക്കൽ ഷേപ്പിലുള്ള ആളായിരിക്കും എന്ത്? ഹെലിക്കോബാക്ടർ എന്ന് പറയുമ്പോൾ അല്ലേ. അതേപോലെ നോക്ക്, ക്ലബ് ഷേപ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ചില ആളുകളെ കണ്ടോ, ഇങ്ങനെ ക്ലബ് ഷേപ്ഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ സെല്ലുകളാണ് മാത്രമേ ഉണ്ടാവത്. ഓക്കെ, അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അതേപോലെ നോക്ക്, സ്ട്രെപ്റ്റോമൈസീസ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതിൻ്റെ ഫോർമേഷൻ നോക്ക് നിങ്ങൾ. സ്ട്രെപ്റ്റോമൈസീസിൻ്റെ ഫോർമേഷൻ നോക്ക്, ജസ്റ്റ് നോക്ക്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോരോ എന്തുപോലെ ഉണ്ടാവും? ക്ലസ്റ്റേഴ്സ് പോലെ. എങ്ങനെയായിട്ടുണ്ടാവും? ഒരു ലൈൻ ബൈ ലൈൻ, അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് പോലെയാണ് നമുക്ക് അവരെ കാണാൻ പറ്റുന്നത്. ക്ലിയർലേ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതർ ഷേപ്സ്, ഇതിന്റെ പുറമേയുള്ള ബാക്ടീരിയാസിന്റെ കുറച്ച് ഷേപ്സിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഇതിനെക്കുറിച്ച് അങ്ങനെ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ. സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ള ആള് ആരാണ്? രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ആള് ആൽഗെ. എന്താണ്? ആൽഗെ, സിംഗുലർ ആൽഗ എന്ന് പറയുന്നത്. ഓക്കെ, ആൽഗേനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ആൽഗേനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സോ എന്താണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൽഗെ നമ്മൾ പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പറയേണ്ടതെന്നുള്ള കാര്യങ്ങൾ നോക്കാം. സോ നോക്കാം മക്കളെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൽഗെ എന്തൊക്കെയാണ്? ആൽഗെ ആർ യൂകാരിയോട്ടിക് ഓർഗാനിസം. എന്താണ് ആൽഗെ? പറ. ആൽഗെ ആർ എന്താണ്? യൂകാരിയോട്ടിക് ഓർഗാനിസം. ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തെയാണ് നമ്മൾ യൂകാരിയോട്ടിക് ഓർഗാനിസം എന്ന് പറയാ. അപ്പോൾ ട്രൂ ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് പറയും? എന്താ പറയാ? യൂകാരിയോട്ടിക് എന്നല്ലേ പറയാ. അപ്പോൾ ആൽഗെ എന്താണ്? ഒരു യൂകാരിയോട്ടിക് ഓർഗാനിസം ആണ്. അപ്പോൾ കീപ്പ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് ആൽഗെ ഈസ് എ യൂകാരിയോട്ടിക് ഓർഗാനിസം ആണ്. ക്ലിയർ അല്ലേ? മോസ്റ്റ്ലി എന്താണ്? ഫോട്ടോസിന്തറ്റിക് ആണ്. ആൽഗെ എന്താണ് മക്കളെ? ആൽഗെ ആർ മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. പക്ഷേ ഓൾസോ ദേ മേ ഷോ ആസ് എ പാരസൈറ്റിക് ഫാക്ടർ. അങ്ങനെ കണക്കില്ല, പക്ഷെ എന്നാലും ആൽഗയിൽ നമുക്ക് അതിന്റെ സിംബയോട്ടിക് അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ അല്ലേ മക്കളെ? സോ ദേ ആർ മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ആണ്. ദേ ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ അവർക്ക് പറ്റും. ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ അവർക്ക് സാധിക്കും. ദേ ആർ മോസ്റ്റ്ലി എന്താണ്? ഫോട്ടോസിന്തറ്റിക് ആണ്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? ദേ ആർ ഓൾമോസ്റ്റ് മെറൈൻ. എങ്ങനെയാണ്? മെറൈൻ ആണ്. ഫ്യൂ ആർ ഫ്രഷ് വാട്ടർ. ദേ ആർ ആസ് വെൽ ആസ് മെറൈൻ ആണ്. മെറൈനും ആണ്. മെറൈൻ ആൻഡ് ഫ്യൂ ഫ്രഷ് വാട്ടറുമാണ്. മെറൈനുമാണ്, അതേപോലെ തന്നെ എന്താണ്? ഫ്രഷ് വാട്ടറും കൂടെയാണ്. ദേ ആർ ആസ് വെൽ ആസ് മെറൈനും, അതേപോലെ തന്നെ എന്താണ്? ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള ആളുകളാണ് എന്ത്? നമ്മുടെ ആൽഗെ. ക്ലിയർലേ കോൺസെപ്റ്റ്? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സിമ്പിൾ ആണ്. സോ ദേ ആർ ഓൾമോസ്റ്റ് മെറൈൻ ആസ് വെൽ ആസ് എന്താണ്? ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള കുറച്ച് ആളുകളും ഉണ്ട്. മെറൈനും അതേപോലെ തന്നെ ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള ആളുകളെ കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചത്. ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ആൽഗെ ക്യാൻ ബി യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. എങ്ങനെയാണ്? ആൽഗയ്ക്ക് എങ്ങനെയാവാം? യൂണിസെല്ലുലാർ ആവാം. യൂണിസെല്ലുലാർ ഓർ മൾട്ടി സെല്ലുലാർ. എങ്ങനെയാണ്? ആൽഗെ ക്യാൻ ബി യൂണിസെല്ലുലാർ ആൻഡ് ഓൾസോ ആസ് വെൽ ആസ് മൾട്ടി സെല്ലുലാറും ആവാം. യൂണിസെല്ലുലാർ ആവാൻ പറ്റും, അതേപോലെ തന്നെ എന്താണ് മക്കളെ? മൾട്ടി സെല്ലുലാറും ആവാൻ പറ്റും. എങ്ങനെയാണ്? യൂണിസെല്ലുലാറും ആവാം, അതേപോലെ തന്നെ മൾട്ടി സെല്ലുലാറായിട്ടും ആവാൻ പറ്റും. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ.
algae reproduce there by vegetative, asexual or sexual method. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്തൊക്കെ കേസിലായിരിക്കും നമുക്ക് പറയാൻ പറ്റും? റീപ്രൊഡക്ഷൻ ഓഫ് ആൽഗെ എന്തിൻ്റെയൊക്കെ കേസിലായിരിക്കും നമുക്ക് ഉണ്ടാവുക? വെജിറ്റേറ്റീവായിട്ട് അവർ നടത്തും, പിന്നെ എസെക്ഷൽ ആയിട്ട് നടത്തും, അതേപോലെ സെക്ഷുവൽ മെത്തേഡിലും അവർ റീപ്രൊഡക്ഷൻ നടത്തും. ആരാണ് ഈ അവര്? ആൽഗെ അല്ലേ മക്കളെ? അപ്പോൾ ആൽഗെ ഈ രീതിയിലൊക്കെ റീപ്രൊഡക്ഷൻ കാണിക്കും. വെജിറ്റേറ്റീവില്, അസെക്ഷുവല്, അതേപോലെ തന്നെ സെക്ഷുവൽ മെത്തേഡിൽ അവർ റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആൽഗേൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ചോദിച്ചാൽ നമുക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റില്ല മക്കളെ. എന്തൊക്കെയാണ് ആൽഗേൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്? എന്തൊക്കെയായിരിക്കും? ആൽഗെ എന്ന് പറഞ്ഞൊരു മൈക്രോ ഓർഗാനിസം ആണ്. അപ്പോൾ ഈ ആൽഗേൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ യൂകാരിയോട്ടിക് ഓർഗാനിസം. എന്താണ് മക്കളെ? അവർ യൂകാരിയോട്ടിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? അവർ യൂകാരിയോട്ടിക് ഓർഗാനിസം ആണ്, നമുക്കറിയാം. ക്ലിയർ ആയില്ലേ? ഓക്കെ. മോസ്റ്റ്ലി ഫോട്ടോസിന്തറ്റിക് ആണ്. അവരെന്താണ് മക്കളെ? മോസ്റ്റ്ലി ദേ ആർ ഫോട്ടോസിന്തറ്റിക് ആണ്. ദേ ആർ മോസ്റ്റ്ലി എന്താണ് മക്കളെ? ഫോട്ടോസിന്തറ്റിക് ആണ്. അവരെങ്ങനെയാണ്? ഫോട്ടോസിന്തറ്റിക് ആണ്. അപ്പോൾ ദേ ക്യാൻ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് അല്ലേ? അതിൽ ഓക്കെ അല്ലേ? ഓക്കെ. ദേ ആർ ഓൾമോസ്റ്റ് മെറൈൻ ആൻഡ് ഓൾസോ ഫ്രഷ് വാട്ടർ. ഫ്യൂ ഓഫ് ദം ആർ ഫ്രഷ് വാട്ടർ. അതിൽ കുറച്ച് ആൾക്കാർ ഫ്രഷ് വാട്ടറും ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി നോക്ക്, ആൽഗെ ക്യാൻ ബി യൂണിസെല്ലാർ ഓർ മൾട്ടി സെല്ലാർ. ആൽഗേക്ക് യൂണിസെല്ലാർ ആവാം അല്ലെങ്കിൽ മൾട്ടി സെല്ലാർ ആയിട്ട് കാണാം. ഓക്കെ അല്ലേ മക്കളെ? ഇനി നോക്ക്, ആൽഗെ റീപ്രൊഡ്യൂസ് എയ്തർ ബൈ വെജിറ്റേറ്റീവ്, അസെക്ഷുവൽ ഓർ സെക്ഷുവൽ മെത്തേഡ്സ്. ഈ മെത്തേഡ്സിൽ അവർക്ക് റീപ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ആൽഗേൻ്റെ ക്യാരക്ടറിക് ഫീച്ചേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ആൽഗേൻ്റെ ക്യാരക്ടറിക് ഫീച്ചേഴ്സാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ അല്ലേ? ഓക്കെ. നോക്ക്, ഒരു ആൽഗേൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ നോക്ക്. ഒരു സ്പൈറോഗൈറ. നോക്ക്, സ്പൈറോഗൈറ ഫിലമെന്റസ് ആയിട്ടുള്ള ആൽഗയാണ്. ഫിലമെന്റ്സ് പോലെ ആയിട്ട് ഇത് നമ്മളിപ്പോൾ കുറച്ച് എൻലാർജ് ആയിട്ട് നമ്മൾ കാണുന്നതേ ഉള്ളൂ. പക്ഷേ ഫിലമെന്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ രീതിയിലാണ് അത് ഉണ്ടാവുക. ഇങ്ങനെ ഓരോരോ ഫിലമെന്റ്സ് എന്ന രീതിയിൽ ഉള്ളിൽ ഓരോരോ ഈ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? ഈ രീതിയിൽ നമുക്ക് അവരെ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആരെയാ പറയാനുള്ളത്? ക്ലാമിഡോമോണാസ്. എന്താണ്? ക്ലാമിഡോമോണാസ്. ക്ലാമിഡോമോണാസ് ഉണ്ടോ? ഇതിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഫ്യൂക്കസ് എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, നമുക്ക് ഓമന പേരായിട്ട് ഫുക്കൂസ് എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പോൾ ഫ്യൂക്കസ് ഉണ്ട്. പിന്നെ ലാമിനേരിയ കണ്ടോ നിങ്ങൾ? ലാമിനേരിയ, ഫ്യൂക്കസ്, ക്ലാമിഡോമോണാസ്, അതേപോലെ തന്നെ സ്പൈറോഗൈറ. അപ്പോൾ ഇതിലൊക്കെയാണ് ആൽഗെ ഉള്ളത്. ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? there is no much doubts and all. Is it clear അല്ലേ കോൺസെപ്റ്റ്സ്? ഓക്കെ. Now we can discuss one of the next important ആയിട്ടുള്ള ആള്. Who is that? We are going to discuss about protozoa. ഓക്കെ, പ്രോട്ടോസോവനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് മക്കളെ പ്രോട്ടോസോവ? എന്താണ് കാര്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണം, അരിച്ചു പെറുക്കണം. ഇമ്പോർട്ടൻ്റ് അല്ലേ? ഓക്കെ, നോക്കാം. എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോട്ടോസോവ? പ്രോട്ടോസോവന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രോട്ടോസോവ ആർ യൂണിസെല്ലുലാർ. എങ്ങനെ? പ്രോട്ടോസോവ എന്താണ് മക്കളെ? പ്രോട്ടോസോവ ആർ യൂണിസെല്ലുലാർ. അപ്പോൾ സിംഗിൾ സെല്ലേ അവരുള്ളൂ. സിംഗിൾ ആയിട്ടുള്ള സെല്ലല്ലേ ഉള്ളൂ മക്കളെ? സിംഗിൾ സെല്ലല്ലേ ഉള്ളൂ അവര്, അല്ലെ? ഒരൊറ്റ സെല്ലല്ലേ ഉള്ളൂ. അപ്പോൾ അവർ യൂണിസെല്ലാർ ആണ്. പ്രോട്ടോസോവ ആർ യൂണിസെല്ലാർ. അവർ യൂണിസെല്ലാർ ആയിട്ടുള്ള ആളുകളാണ്. ഒരു പ്രോട്ടോസോവനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഒരു പ്രോട്ടോസോവനെ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്താൽ പിന്നെ കുറേ ഹെയർസ് ഉണ്ടാവേ. അപ്പോൾ ഈ പ്രോട്ടോസോവനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഒറ്റ സെല്ലേ ഉണ്ടാവും അതിൽ. ഓക്കെ, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ആളാണ്. ഓർഗാനിസം ദാറ്റ് ഹാവ് ആനിമൽ ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഓർഗാനിസം ദാറ്റ് ഹാവ് ആനിമൽ ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്. ഒരു ആനിമലിനെ പോലുള്ള ക്യാരക്ടറിസ്റ്റിക്സും അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ദേ ആർ ഓൾസോ യൂകാരിയോട്ടിക് മൈക്രോ ഓർഗാനിസം. അവർ എന്നും കൂടിയാണ് മക്കളെ? യൂകാരിയോട്ടിക് മൈക്രോ ഓർഗാനിസം ആണ്.
യൂക്കാരിയോട്ടിക് എന്താണ്? മൈക്രോ ഓർഗാനിസം ആണ്. They are also എന്താണ് മക്കളെ? ഒരു യൂക്കാരിയോട്ടിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണ്. They are also considered as a eukaryotic micro organism. കോൺസെപ്റ്റ് പിടികിട്ടിയോ? ക്ലിയർ അല്ലേ? പിക്ചർ നോക്കണേ. They can move from one place to another. They can possess movement. Movement ഉണ്ടാവും. They can move from one place to another. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. They can move from one place to another place. They can possess movement. മൂവ്മെന്റ് അവർക്ക് പൊസസ് ചെയ്യാൻ പറ്റില്ല മക്കളെ. ക്ലിയർലെ കോൺസെപ്റ്റ്? They can also possess movement. അപ്പോൾ അവർക്ക് മൂവ്മെന്റും പൊസസ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? They can even possess movement. ക്ലിയർലെ മക്കളെ? Some protozoa live in fresh water or salty water while others live in soil. അപ്പോൾ പ്രോട്ടോസോവ എവിടെയൊക്കെയാണ് ജീവിക്കുക? പ്രോട്ടോസോവ can live in ഒന്ന് ഫ്രഷ് വാട്ടർ, രണ്ട് സാൾട്ടി വാട്ടർ, മൂന്ന് സോയിൽ. അപ്പോൾ എവിടെയൊക്കെയാണ് ഒരു പ്രോട്ടോസോവയ്ക്ക് ലീവ് ചെയ്യാൻ പറ്റുക? ഫ്രഷ് വാട്ടർ, സാൾട്ടി വാട്ടർ, സോയിൽ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോട്ടോസോവയെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? നമുക്കൊന്നും കൂടി പറഞ്ഞു പോകാം. പ്രോട്ടോസോവ ആർ യൂണിസെല്ലർ. ക്ലിയർ അല്ലേ? പ്രോട്ടോസോവ യൂണിസെല്ലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കും. അതുകൊണ്ട് അവർ യൂണിസെല്ലർ ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ക്ലിയർ അല്ലേ മക്കളെ? Protozoa are unicellular organisms. Clear? Organism that have animal-like characteristics. അവർക്ക് ആനിമലിനെ പോലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. They are eukaryotic microorganisms. അവർ eukaryotic microorganism ആണ്. They can move from one place to another. അപ്പോൾ ഫ്ലജല്ല ഉണ്ടാവാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹെയർസ് പോലെ ഉണ്ടാവും. അപ്പോൾ മൂവ്മെന്റ് അവർക്ക് പൊസസ് ചെയ്യാൻ പറ്റും. Some protozoa live in fresh water, salty water, while other live in soil. അപ്പോൾ മൂന്ന് രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? ഫ്രഷ് വാട്ടറിൽ, സാൾട്ട് വാട്ടറിൽ, അതേപോലെ തന്നെ സോയിലിൽ. അപ്പോൾ ഈ രീതിയിലും അവർക്ക് ജീവിക്കാനും കഴിയും എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രോട്ടോസോവയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നോക്കാം, നമുക്ക് അടുത്ത ആളെ കുറിച്ച് പഠിച്ചാലോ? ഓക്കെ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ആര് മക്കളെ? ഫംഗി. ഫംഗി നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ഫംഗസിനെ കുറിച്ചാണ് കൂടുതലായിട്ട് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കിയാലോ, വാട്ട് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫംഗി? ഫംഗി എന്ന് പറയും, അല്ലെങ്കിൽ ഫംഗസ് എന്ന് പറയും, ഫംഗി എന്ന് പറയും. ഫംഗി ആർ പ്ലാന്റ് ലൈക്ക് ആണ്, പ്ലാന്റ് അല്ല, പ്ലാന്റ് ലൈക്ക് ഓർഗാനിസം ദാറ്റ് ഡു നോട്ട് കണ്ടെയ്ൻ ക്ലോറോഫിൽ. ദേ ഡു നോട്ട് കണ്ടെയ്ൻ ക്ലോറോഫിൽ. അതുകൊണ്ട് തന്നെയാണ് അവർ പ്ലാൻ വിഭാഗത്തിൽ പെടാത്തത്. ദേ കനോട്ട് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. അവർക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ അവർ എന്താ പറയുക, പാരസൈറ്റിക് ക്യാരക്ടേഴ്സ് കാണിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലാണ് അവർ എന്ത് ചെയ്യുക, സിംബയോട്ടിക് അസോസിയേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലാണ് അവർ ഫുഡ് പ്രിപ്പയറിങ് അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുക, കിട്ടുക. ഓക്കെ. സോ ഫംഗി ആർ പ്ലാൻ ലൈക്ക് ഓർഗാനിസം. ദേ ഡു നോട്ട് കണ്ടെയ്ൻ എന്താണ്? ക്ലോറോഫിൽ. അവർക്ക് ക്ലോറോഫിൽ കണ്ടെയ്നിങ് ഇല്ല. സോ ദേ കനോട്ട് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. ഓൺ ഫുഡ് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അർത്ഥം മനസ്സിലാക്കാൻ മക്കളെ? ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? They may be unicellular or multicellular. They can be both unicellular ആവാം or multicellular. അപ്പോൾ they can be unicellular as well as multicellular ആവാം. യൂണിസെല്ലാറും അതേപോലെ തന്നെ മൾട്ടിസെല്ലാറും ആയിട്ടുള്ള ആളുകളായിരിക്കും ആര്? ഫംഗി. ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ്? യൂണിസെല്ലാറും അല്ലെങ്കിൽ മൾട്ടിസെല്ലാറാണ്. പിന്നെ ഡു നോട്ട് കണ്ടെയ്ൻ ക്ലോറോഫിൽ ആണ്. ഡു നോട്ട് കണ്ടെയ്ൻ ക്ലോറോഫിൽ. ഓക്കെ. ഡു നോട്ട് കണ്ടെയ്ൻ ക്ലോറോഫിൽ. ദേ ഗ്രോ ബെസ്റ്റ് ഇൻ ഡാർക്ക്, വാം ആൻഡ് മോയിസ്റ്റ് പ്ലേസസ്. എവിടെയൊക്കെയാണ് അവർ ഗ്രോ ചെയ്യുക? ദേ ഗ്രോ ഇൻ, എവിടെയൊക്കെയാണ് അവർ മെയിനായിട്ട് ഗ്രോ ചെയ്യുക? ഗ്രോ ഇൻ എവിടെയൊക്കെയാണ് മെയിനായിട്ട് ചെയ്യുക? ഒന്ന് ബെസ്റ്റ് ഇൻ ഡാർക്ക് ആയിട്ടുള്ള സ്ഥലം, ഡാർക്ക്, അതേപോലെ തന്നെ വാം, പിന്നെയോ മോയിസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് അവർ മെയിനായിട്ട് ഗ്രോ ചെയ്യുക. ഡാർക്ക്, മോയിസ്റ്റ്, വാം കണ്ടീഷനിലാണ്, ആയ സ്ഥലങ്ങളിലാണ്, അങ്ങനെ റീജിയൻസിലാണ് അവർ എന്ത് ചെയ്യുക? ഗ്രോ ചെയ്യുക. അപ്പോൾ എങ്ങനെയുള്ള കണ്ടീഷനാണ്? ദേ ഗ്രോ ഇൻ ഡാർക്ക്, വാം ആൻഡ് മോയിസ്റ്റ് കണ്ടീഷൻസ്. ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ?
Okay, so characteristic of fungi എന്ന് പറയുമ്പോൾ fungi are plant-like organisms that do not contain chlorophyll. They do not contain എന്താണ് മക്കളെ? Chlorophyll contain ചെയ്യുന്നില്ല. They may be unicellular or multicellular. They may be unicellular or multicellular. They grow best in dark, warm and moist place. They grow best in എവിടെയൊക്കെയാണ്? They grow best in dark, warm and moist place. Clearly concept okay അല്ലേ? There are 3 main types of fungi. എന്തൊക്കെയാണ് 3 main types of fungi? Number 1, mushrooms. എന്താണ് ആദ്യത്തെ ആള്? Mushrooms. Number 1 we have mushrooms. Okay അല്ലേ mushrooms? Number 2 we have, who is that? Number 2, yeast ഉണ്ട്. Number 2 we have yeast. Number 3 we have molds. bread mold എന്നെല്ലാം കേട്ടിട്ടില്ലേ? അതുപോലെ മോൾഡ്സ്. അപ്പോൾ ഇത്രയാണ് ദ 3 മെയിൻ ടൈപ്സ് ഓഫ് ഫംഗി. നമുക്ക് എന്തുണ്ട്? മഷ്റൂംസ് ഉണ്ട്. നമ്മുടെ മഷ്റൂമിനെ കണ്ടോ നിങ്ങൾ? ഈ ഒരാളാണ് നമ്മുടെ മഷ്റൂം. ഓക്കെ, ഓക്കെ, ഈ ഒരാളാണ് നമ്മുടെ മഷ്റൂം. ക്ലിയർലി മക്കളെ? മഷ്റൂംസ് ഉണ്ട്. നമുക്ക് പിന്നെ ഉണ്ട്, നോക്ക്, ഇതാണ് നമ്മുടെ ഈസ്റ്റ്. നമ്മുടെ ഈസ്റ്റ് നമുക്ക് ബേക്കറിലൊക്കെ വാങ്ങാൻ കിട്ടും, ഇങ്ങനെ പൊടി പൊടി പോലെ ടൈനി ആയിട്ടുള്ള സാധനം. നമ്മുടെ ഈസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആസ് വെൽ ആസ് ബ്രെഡ് മോൾഡ് ഉണ്ട്, ബോൾഡ് ഉണ്ട്. ഒരു ബ്രെഡ് ഇങ്ങനെ പുറത്തിങ്ങനെ ഒരു 4-5 ദിവസത്തേക്ക് വെച്ചാൽ യു ക്യാൻ സീ മോൾഡ്സ് ആയിട്ട് കാണാൻ പറ്റും. ഒരു ഗ്രീനിഷ് കളറായിട്ടുള്ള പിഗ്മെന്റ്സ് ആയിട്ട് നമ്മുടെ ബ്രെഡിൻ്റെ മോൾഡ് ഇങ്ങനെ ഫോം ചെയ്ത് കാണാൻ പറ്റും അല്ലേ? അതാണ് നമ്മൾ ബ്രെഡ് മോൾഡ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന മോൾഡ്സ്. ക്ലിയർലി മക്കളെ കോൺസെപ്റ്റ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫംഗി എന്ന് പറയുന്ന ആളിലേക്ക് പഠിക്കാനുള്ളത്. സോ വാട്ട് ആർ ദേ? നമ്പർ 1, ദേ ആർ പ്ലാന്റ് ലൈക്ക്, ബട്ട് എന്താണ്? ദേ ഡു നോട്ട് പോസസ് എന്താണ്? ക്ലോറോഫിൽ. ക്ലോറോഫിൽ പോസസ് ചെയ്യാൻ തന്നെ എന്താണ്? അവർക്ക് ദേ നോട്ട് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ദേ മേ ബി യൂണിസെല്ലാർ ഓർ മൾട്ടിസെല്ലാർ. പിന്നെ എന്താണ്? ദേ ഗ്രോ ബെസ്റ്റ് ഇൻ ഡാർക്ക്, വാം ആൻഡ് മോയ്സ്റ്റ് പ്ലേസസ്. ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. നൗ സി, നമ്മുടെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റത്തെ ആളാണ്. ആരാണത്? വൈറസസ്. എന്താണ് മക്കളെ വൈറസസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്? എന്താണ് വൈറസസിൻ്റെ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വൈറസ്? ഒരു വൈറസസിൻ്റെ ക്യാരക്ടറിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാ. Viruses can replicate only by infecting a host cell. It can replicate only by replicate ചെയ്യാൻ പറ്റുക എങ്ങനെയാണ്? It can only replicate by എന്താണ്? By infecting a host cell. എന്താണ്? ഒരു ഹോസ്റ്റ് സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യാതെ അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. റെപ്ലിക്കേറ്റ് എന്ന് വെച്ചാൽ ഒന്നിങ്ങനെ ഡിവിഷൻ ആയിട്ട് ഇങ്ങനെ പോകുന്നതന്നെ, ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്ന പോലെ. ഒന്ന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ എങ്ങനെയാ അതിന് പറ്റുള്ളൂ? ഒരു ഹോസ്റ്റ് സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്താൽ മാത്രമാണ് അതിന് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് അതിന് ചെയ്യാൻ പറ്റൂ. ക്ലിയർ അല്ലേ? അതിന് റെപ്ലിക്കേഷൻ പറ്റണമെങ്കിൽ എന്ത് വേണം? അതിന് ഒന്നിലേക്കെങ്കിലും അതൊരു ഹോസ്റ്റ് സെല്ലിനെ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ഇൻഫെക്റ്റ് ചെയ്യാൻ അതിന് പറ്റണം. എന്നാൽ മാത്രമേ അതിന് റെപ്ലിക്കേഷൻ നടത്താൻ പറ്റൂ. They cannot reproduce on their own. They cannot reproduce by themselves. They cannot reproduce by themselves. അവർക്ക് സ്വന്തമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റില്ല. സെൽഫായിട്ട് അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കഴിവ് അവർക്ക് ഇല്ല. They infect a wide variety of organisms including both eukaryotes and prokaryotes. They infect both eukaryotes as well as prokaryotes. അപ്പോൾ they will infect both eukaryotes as well as prokaryotes. പ്രൊക്കാരിയോട്സിനും യൂക്കാരിയോട്സിനും ഒക്കെ അവർക്ക് ഇൻഫെക്റ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് കാണാൻ പറ്റും, ഉണ്ട് അവർക്ക്. സോ വൈറസിനെ കുറിച്ച് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണെന്ന് മക്കളെ നോക്കാം. വൈറസ് ക്യാൻ റെപ്ലിക്കേറ്റ് ഓൺലി ബൈ ഇൻഫെക്റ്റിംഗ് എ ഹോസ്റ്റൽ. അല്ലേ, ഒരു ഹോസ്റ്റൽ ഇൻഫെക്ട് ചെയ്താൽ മാത്രമാണ് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റെപ്ലിക്കേഷൻ അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ, റെപ്ലിക്കേഷൻ വേണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഹോസ്റ്റ് വേണം. ക്ലിയർ അല്ലേ? റെപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ അവർക്ക്
ഹോസ്റ്റ് വേണം. ക്ലിയർ അല്ലേ മക്കളെ? ദേ കനോട്ട് റീപ്രൊഡ്യൂസ് ഓൺ ദെയർ ഓൺ. അവർക്ക് സ്വന്തമായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ദേ കനോട്ട് റീപ്രൊഡ്യൂസ് ബൈ ദെയർ ഓൺ. They infect a wide variety of organisms like including prokaryotic eukaryotic. അവരൊക്കെ include ചെയ്യുന്ന wide variety of organisms they can infect. ക്ലിയർ അല്ലേ മക്കൾ? ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഇനി നമുക്ക് വേണ്ട എക്സാമ്പിൾസ് പഠിച്ചാലോ? വൈറസിനെ കുറിച്ച് കുറച്ച് എക്സാമ്പിൾസ്. നമ്പർ 1 നമുക്ക് ആരെ കുറിച്ച് പഠിക്കാം? നമുക്ക് ഒരാൾ ഫസ്റ്റ് വൺ ആയിട്ടുള്ള ഒരാളുണ്ട്. എന്താണ്? ഹെപ്പറ്റൈറ്റിസ് സി വൈറസ്. ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഒരു വൈറസ് ആണ്. ഓക്കെ അല്ലേ? ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ആണ്. പിന്നെന്താ? കൊറോണ വൈറസ്. കൊറോണ വൈറസ് ക്ലിയർ അല്ലേ മക്കളെ? കൊറോണ വൈറസ്. ഹെർബ്സ് വൈറസ് നിങ്ങൾക്ക് ഹയർ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഹെർബ്സ് വൈറസ് ക്ലിയർ അല്ലേ? അതേപോലെ നോക്ക് ബേർഡ് ഫ്ലൂ വൈറസ്. പക്ഷിപ്പനിയൊക്കെ ഉണ്ടാകുന്ന വൈറസ് ഉണ്ടാവില്ലേ? ബേർഡ് ഫ്ലൂ വൈറസ് ക്ലിയർ. അഞ്ചാമതായിട്ട് നമുക്ക് നോക്ക് സ്മോൾ പോക്സിന്റെ വൈറസ് ഉണ്ട്. സ്മോൾ പോക്സിന്റെ വൈറസ് ഉണ്ട്. smallpox viruses and we have influenza viruses. HIV ഒക്കെ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ. HIV ഉണ്ടാക്കുന്ന വൈറസ് ഏതാ? HIV ആണ് വൈറസ്. HIV ഒരു വൈറസ് കേട്ടോ. എയ്ഡ്സ് ഉണ്ടാക്കുന്ന വൈറസ്. ഇൻഫ്ലുവൻസ വേറെ വൈറസ് കേട്ടോ. ഇൻഫ്ലുവൻസ നമുക്ക് കോസിങ് എന്താ പറയുക കോൾഡ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വൈറസാണ് ഇൻഫ്ലുവൻസ വൈറസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആരെ കുറിച്ച് പഠിക്കാനുള്ളത് മക്കളെ? വൈറസസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? സോ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വൈറസസ് നമ്മൾ കണ്ടു. ഇനി എക്സാമ്പിൾസ് ആരൊക്കെയാണ് നമുക്കുള്ളത്? ഒന്ന് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഉണ്ട്, കൊറോണ വൈറസ് ഉണ്ട്, ഹെർബ്സ് വൈറസസ് ഉണ്ട്, ബേർഡ് ഫ്ലൂ വൈറസ് ഉണ്ട്, സ്മോൾ പോക്സ് വൈറസ് ഉണ്ട്, ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചല്ലോ മക്കളെ. അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കുറിച്ചാണ് പഠിച്ചത്? ബാക്ടീരിയ, ആൽഗെ, പ്രോട്ടോസോവ, ഫംഗസ് ആൻഡ് ആസ് വെൽ ആസ് viruses. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? I hope the concepts are clear for you. It's clear? Okay, so let's go with the next part. That's it. Thank you.